ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു നല്ല ഒഴിച്ചുകറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റ് ഉള്ളതും വളരെ വ്യത്യാസമായിട്ടുള്ളതും ഉള്ള ഒരു കറിയാണ് പരിപ്പുരുണ്ട കറി. ഇത് നമ്മൾ ചിക്കനും മട്ടനും ഒന്നും വാങ്ങിക്കാത്ത ദിവസങ്ങളിൽ ഈ ഒരു കറി അങ്ങോട്ട് വെച്ച് ഊണ് കഴിക്കുകയാണെങ്കിൽ എന്തിനാ ചിക്കനും മട്ടനും ഒക്കെ വാങ്ങിക്കുന്നത്, ഇതുപോരെ എന്ന് തോന്നും നമുക്ക്. അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ വീട്ടിൽ കിടപ്പാണ്, അമ്മയ്ക്ക് വിശപ്പേ ഇല്ല, എന്ത് കൊടുത്തിരുന്നാലും കൊള്ളത്തില്ലെന്ന് പറയും. ഈ ഒരു കറി വെച്ച് അമ്മ ഊണ് കഴിക്കുന്ന ദിവസം ഒരു അര പ്ലേറ്റ് ചോറെങ്കിലും അമ്മയ്ക്ക് കഴിക്കാൻ പറ്റും. അത്ര നല്ലൊരു രുചിയുള്ളൊരു കറിയാണ്. അപ്പം നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കടലപ്പരിപ്പാണ് കേട്ടോ, സാമ്പാർ പരിപ്പല്ല, കടലപ്പരിപ്പ്. ഒരു ഗ്ലാസ് പരിപ്പ് ഒന്ന് വെള്ളത്തിൽ 1 മണിക്കൂർ കുതിരാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 സ്പൂൺ പച്ചരിയും കൂടെ കുതിരാനിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു അല്പം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഒരു നാരങ്ങ വലിപ്പത്തിന് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കടലപ്പരിപ്പും അരിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ആ പരിപ്പോടേക്കൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിനൊന്ന് അരച്ചെടുക്കാം. ഈ അരി എന്തിനാ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുട്ടി ആ കറിയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അത് ഉതിർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്, ആ ഉരുണ്ടകൾ ഉതിർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരി ചേർക്കുന്നത്. ഈ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പുവടയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്ന് ചതഞ്ഞതിനെക്കാട്ടി അല്പം കൂടെ കൂടുതലായിട്ട്. അതിലോട്ട് ഒരു സവാളയും ഒരു 2-3 പച്ചമുളകും കറിവേപ്പിലയും, ഒരു പച്ചമുളക് പഴുത്തതായിരുന്നു കേട്ടോ, ഇത്രയും അരിഞ്ഞ് ഒരല്പം കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു അര കപ്പ് തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ വരും, അതൊന്ന് ചിരകി മാറ്റി വയ്ക്കാം. ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് അല്പം കടുക്, അല്പം ജീരകം, അല്പം ഉലുവ ഇത്രയും ഇട്ടൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഒരു 2 സവാള, ഒരു 2 തക്കാളി, അല്പം കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് അതും നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഒരല്പം ഉപ്പും കൂടെ വേണമെങ്കിൽ ഇടാം, നന്നായി പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു 2 തക്കാളി നമ്മൾ പ്രത്യേകം മിക്സിയിൽ ജാറിലിട്ട് അരച്ചൊന്ന് പേസ്റ്റാക്കി അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് തീ മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ടൊക്കെ വരുന്ന പരുവത്തിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയില്ലേ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ പുളിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പുളിയും കൂടെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കുന്ന ഒരു പരുവമാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ മതി കേട്ടോ, ആ തേങ്ങ മാത്രമായിട്ട് മിക്സിയിലോട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അത് തിളയ്ക്കുമ്പോഴത്തേക്കൊരു നല്ല മണം വരും. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തേക്കുക. അത് തിളയ്ക്കുമ്പം അത് നമുക്ക് മനസ്സിലാവും, ഏതോ ഒരു നല്ല കറി വീട്ടിൽ വെക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുപോലത്തെ ഒരു നല്ല മണം ആ കറിയിൽ നിന്ന് വരും. അത് ഒന്ന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പേ അരച്ചു വെച്ചിരുന്ന മാവുണ്ടല്ലോ, ആ മാവ് നമുക്ക് പരിപ്പുവടയാണെങ്കിൽ നമ്മളൊരു സൈസിലാണ് ഉരുട്ടുന്നത്. പരിപ്പുവട പോലല്ല, ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്ത് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ കറിയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് അല്പം ഗ്യാപ്പ് വിട്ട് നമ്മളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഈ ബോൾസ് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇതിലിട്ട് കൊടുക്കാം, അതും ഒരു ടേസ്റ്റാണ്. പക്ഷേ സാധാരണ ഈ കറിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് ഈ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പം ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഫുൾ ബോൾസും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ചട്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ആ ബോൾസിൻ്റെ ആ പുറം ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാലേ നമുക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അടിയോട് ചേർത്ത് ഇളക്കി ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റോളം അടുപ്പ് സിമ്മിൽ വെച്ച് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല സൂപ്പർ മണവുമാണ്, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു നാടൻ കറി റെഡിയാണ് കേട്ടോ. ഇത് സത്യമായിട്ടും ഇത് ചിക്കനും മട്ടനും ഒക്കെ തോറ്റുപോകുന്ന ഒരു കറിയാണ്. നമ്മൾ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിന് ശേഷം ദയവേത് നിങ്ങൾക്ക് അതിഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്തായിരുന്നു അതിൻ്റെ ഫീഡ്ബാക്ക് എന്നുള്ളത് ഒന്ന് പറയണേ. വളരെ നല്ലൊരു കറിയാണ് കേട്ടോ.
അപ്പം ഇതുപോലെ രുചികരമായിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.